Hello friends, welcome to the coffee mug. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും നല്ല മധുരവുമുള്ള റവ കേസരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റാണ് റവ കേസരി. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ആദ്യം ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പും 2 ടേബിൾ സ്പൂണും നെയ്യ് ഒഴിച്ച് ചൂടാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന നെയ്യ് കൂടുതലൊന്നുമല്ല കേട്ടോ. ഇത്ര തന്നെ എടുത്താലേ നമ്മുടെ റവ കേസരി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇതിൻ്റെ കളർ മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കണം. നമ്മൾ എടുക്കുന്ന കാഷ്യൂനട്ടിനും കിസ്മിസിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. ഉണക്കമുന്തിരി നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇവ കോരിയെടുക്കാം. ഇനി തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടായിരിക്കുന്ന നെയ്യിലേക്ക് 1/2 കപ്പ് റവ ചേർത്തൊന്ന് വറുത്തെടുക്കണം. നേരത്തെ വറുത്തിരിക്കുന്ന റവയാണെങ്കിൽ കൂടി ഒന്നുകൂടി വറുത്തെടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 2-3 മിനിറ്റ് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ റവയെല്ലാം നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് 1/4 കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഉടൻ തന്നെ യോജിപ്പിച്ചെടുക്കണം. കട്ടകളുണ്ടെങ്കിൽ അതെല്ലാം പൊട്ടിച്ചിട്ട് കൊടുക്കണേ. കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഇത് പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി കുറുകി വരും. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. റവയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. റവ കേസരി എന്ന് പറയുന്നത് നല്ല മധുരമുള്ള സ്വീറ്റ് അല്ലേ. 1/2 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഇതിൻ്റെ കറക്റ്റ് കണക്ക്. റവ നന്നായി വെന്തതിന് ശേഷം മാത്രമേ പഞ്ചസാര ചേർക്കാവൂ. മധുരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ റവ വെന്ത് കിട്ടില്ല. പഞ്ചസാര ചേർത്താൽ അത് മെൽറ്റായി കുറച്ചുകൂടി ലൂസായി വരും. ഇനി നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഓറഞ്ച് ഫുഡ് കളറാണ് ചേർക്കുന്നത്. യെല്ലോ ഫുഡ് കളർ ചേർത്താലും മതി കേട്ടോ. നന്നായി ഇളക്കി ചേർക്കണം. ഇനി പെട്ടെന്ന് തന്നെ കുറുകി വരും. അതിനു മുൻപ് തന്നെ നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുകയാണ്. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ചൂടാറിക്കഴിഞ്ഞാലും ഈ ഒരു ടെക്സ്ചർ ഇതുപോലെ തന്നെ കിട്ടാൻ വേണ്ടിയാണ് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നത്. ഓയിലും കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കേസരി കിട്ടേണ്ടത്. അവസാനമായി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബൗളിലേക്ക് മാറ്റാം. ബൗളിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് ഷേപ്പിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം. എല്ലായിടത്തും ഫില്ലായി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്തും കൂടെ കൊടുക്കാം.
ഇനി ആറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ചൂടൊക്കെ നന്നായി ആറിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ മേളിലേക്ക് കാഷ്നട്ടും കൂടെ വെച്ച് കൊടുക്കാം. സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണേ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്